ഇന്ത്യയിൽ തന്നെ മികച്ചു നിൽക്കുന്ന മുങ്ങൽ വിദഗ്ധരെ, നേവിയുടെ സംഘത്തെ തന്നെ, ഏറ്റവും മികച്ച സംഘത്തെ തന്നെ എത്തിക്കാൻ അടക്കമുള്ള കാര്യങ്ങളെല്ലാം നോക്കും. ഇപ്പോൾ നിലവിലവിടെ ഉള്ളതും മികച്ച സംഘം തന്നെയാണ്, അങ്ങനെയല്ല എന്നല്ല. പക്ഷേ കൂടുതൽ സന്നാഹങ്ങളെ എത്തിക്കാനുള്ള ശ്രമം നടത്തിയെങ്കിലും ഇത് ലക്ഷ്യത്തിലെത്തിക്കുമെന്ന് തന്നെയാണ് മന്ത്രിയും പങ്കുവയ്ക്കുന്നത്. തീർച്ചയായിട്ടും കേരള സർക്കാരിൻ്റെ കൂടി ഒരു ഇടപെടലോട് കൂടി സാധ്യമായിട്ടുള്ള എല്ലാ തിരച്ചിൽ സംവിധാനങ്ങളും ഈ ദൗത്യത്തിന് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടക്കുന്നത്. കർണാടകയുടെ ഭാഗത്തു നിന്നും വളരെ അനുകൂലമായിട്ടുള്ള ഒരു സമീപനം ഈ വിഷയത്തിൽ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞതാണ്, സ്ഥലം MLA കൂട്ടത്തിൽ ഒരാൾ എന്നുള്ള രീതിയിൽ തന്നെ ഇവിടെ നിന്ന് പ്രവർത്തിക്കുന്നു, കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നു, സാധ്യമായിട്ടുള്ള സംവിധാനങ്ങൾ MLA നേരിട്ട് തന്നെ എത്തിക്കുന്നു. അതിന് ഒരു സിസ്റ്റത്തിൻ്റെ സപ്പോർട്ടിന് വേണ്ടി കാത്തു നിൽക്കാതെ, ഉദ്യോഗസ്ഥ സംവിധാനത്തിൻ്റെ സപ്പോർട്ടിന്, തീരുമാനത്തിന് കാത്തു നിൽക്കാതെ MLA തന്നെ കാര്യങ്ങൾ, സംവിധാനങ്ങൾ ഇവിടേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും നിലവിൽ ഈ നടപടികളൊക്കെ വളരെ വേഗത്തിൽ പോവുകയാണ്. നമ്മളെ കൊണ്ട് സാധിക്കുന്ന, മനുഷ്യനെ കൊണ്ട് സാധിക്കുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ കൂറ്റൻ മണ്ണുമാന്തി യന്ത്രങ്ങൾ എത്തിച്ചത്. അതുപോലെ തന്നെ മേജർ ജനറൽ ഇന്ദ്രപാലിൻ്റെ ടീമിനെ എത്തിച്ചത്, സൈന്യമൊക്കെ ഇവിടെ എത്തിയത്. സൈന്യത്തെ എല്ലാം ഇവിടെ ഇപ്പോൾ തുടരും എന്ന് തന്നെ അറിയിച്ചിട്ടുണ്ട്. നേരത്തെ ഒരു പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു, സൈന്യം തിരിച്ചു പോകുന്നു, തിരച്ചിൽ നിർത്തി തിരിച്ചു പോകുന്ന തരത്തിലുള്ള ചില വ്യാജ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ അത് കൃത്യമായി തന്നെ കളക്ടർ അറിയിച്ചു, സൈന്യം ഇവിടെ തന്നെ തുടരും, പോകുന്നില്ല. ഇക്കാര്യത്തിൽ തിരച്ചിൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ സൈന്യം മടങ്ങുകയുള്ളൂ എന്ന് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. ഏതായാലും ഇന്ന് ഇപ്പോൾ സൈന്യത്തിൻ്റെ പരിശോധനകൾ, സേനകളുടെ പരിശോധനകൾ അവിടെ നടക്കുന്നുണ്ട്. കരസേനയുടെയും നാവികസേനയുടെയും ദുരന്ത നിവാരണ സേനയുടെയും ചേർന്നുള്ള ഒരു കൃത്യമായ ആസൂത്രണത്തോടെയുള്ള പരിശോധനകളാണ് അവിടെ പുരോഗമിക്കുന്നത്. പക്ഷേ ഏറ്റവും തടസ്സം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ പുഴയിലെ ഒഴുക്ക് തന്നെയാണ്. ഈ ഒഴുക്കിന് യാതൊരു കുറവും ഇന്നും ഇല്ല. കാലാവസ്ഥ കൂടി അനുകൂലം ആകേണ്ട ഒരു അവസ്ഥയുണ്ട്. പക്ഷേ പലപ്പോഴും കാലാവസ്ഥ ഇപ്പോൾ മന്ത്രി AK ശശീന്ദ്രൻ വരുന്ന ഒരു ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏതായാലും മിനിസ്റ്റർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ഇവിടെ ഒരു അവലോകന യോഗം ചേരും. മന്ത്രി AK ശശീന്ദ്രനല്ലേ പോയത്? അതെ, അദ്ദേഹം ഹൊന്നാവരയിൽ നിന്ന് വരുന്ന വഴിയാണ്. അത് രാവിലെ അവിടുത്തെ ഫോർസ് ബംഗ്ലാവിലായിരുന്നു. അവിടെ നിന്ന് വന്ന് അല്പസമയത്തകം, നേരത്തെ മുഹമ്മദ് റിയാസ് പറഞ്ഞതാണ്, ഇവിടെ നിന്ന് ഒരു 5 മിനിറ്റ് പോലും വേണ്ട, അവിടെ അടുത്ത 5 കിലോമീറ്റർ അപ്പുറത്താണ് ഗസ്റ്റ് ഹൗസ് ഉള്ളത്, സർക്യൂട്ട് ഹൗസ് ഉള്ളത്. അവിടെയാണ് റിവ്യൂ യോഗം നടക്കാനിരിക്കുന്നത്. കളക്ടർ ഉണ്ടാവും, നമ്മുടെ MLA മാരുണ്ടാവും, ജനപ്രതിനിധിമാർ എല്ലാവരും ഉണ്ടാവും. 2 മന്ത്രിമാരും ചേർന്ന് ഒരു വട്ടം കൂടി തിരിച്ചു വന്ന് ഈ സ്ഥിതിഗതികൾ വിലയിരുത്തിയതിന് ശേഷം കൂടുതൽ തീരുമാനങ്ങൾ എന്നാണ് നേരത്തെ AK ശശീന്ദ്രൻ പറഞ്ഞത്. ഇത് പക്ഷേ